ഫ്രാൻസിസ്കോ അസർബി എൻ്റെ മോനെ ഒരു കാര്യം പറയാം. അതായത് ഫ്രൈസിന്റെ ഇമോജിയും എടുത്തുകൊണ്ട് ബാഴ്സലോണ ഫാൻസിനെ കളിയാക്കാൻ വരുന്നവര് ഈ മനുഷ്യനെ കുറിച്ച് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഇറ്റാലിയനാണ്, 37 വയസ്സുണ്ട്, സെൻട്രൽ ബാക്ക് ആണ്. നിങ്ങൾ ആരെയൊക്കെ ബാഴ്സലോണയെ തകർത്തതിന്റെ കേസ് എടുത്താലും 93-ാം മിനിറ്റിൽ ബാഴ്സലോണയുടെ അണ്ണാക്കിൽ അടിച്ച് കൊടുത്തത് ഇങ്ങേര് തന്നെയാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വയസ്സിൽ ഇങ്ങനത്തെ ഒരു പെർഫോമൻസ് ഓണസ്റ്റ് ആയിട്ട് ആരും വിചാരിക്കുന്നുണ്ടാവില്ല. അതും ഒരു സെൻട്രൽ ബാക്ക് 93-ാം മിനിറ്റിൽ അജാതി ഗോള് ഫ്രണ്ടിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആംഗിൾ നോക്കുക. ആരുടെ മിസ്റ്റേക്കെന്നോ എന്ത് തന്നെ പറഞ്ഞ് നമ്മളതിനെ ന്യായീകരിക്കാൻ പോയാലും ദാറ്റ് വാസ് എ ക്ലാസിക് സാധനമാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അതൊന്നുമല്ല. ഫ്രാൻസിസ്കോ അസർബി എന്ന് പറയുന്ന താരത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 2012 തൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം ഡിപ്രഷനിലേക്ക് പോവുകയും പിന്നീട് ആൽക്കഹോളിലേക്ക് തിരികുകയും ചെയ്തു. ഒരു വർഷത്തിന് ശേഷം, അതായത് 2013 നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ക്യാൻസർ ബാധിക്കുന്നു, ആകെ കൂടെ പ്രശ്നങ്ങളാവുന്നു, സംഭവങ്ങൾ പോകുന്നു. ആൻഡ് അത് ഒരു പ്രാവശ്യമല്ല പുള്ളിയെ ക്യാൻസർ ബാധിക്കുന്നത്, 2 പ്രാവശ്യം. അത് ഫിസിക്കലി ആണെന്നുണ്ടെങ്കിലും പുള്ളി ഒരുപാട് തളർത്തുന്നു. അങ്ങനെ നല്ല ഫോമിൽ നിന്നുണ്ടായിരുന്ന അസബിക്ക് പിന്നീട് പ്രൊഫഷണൽ ഫുട്ബോളിൽ നിന്നൊക്കെ മാറി നിൽക്കേണ്ടതായിട്ട് വരുന്നു. പിന്നെ സർവൈവൽ എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമുക്കറിയാം എല്ലാ ടീമുകളും ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. സോ ഫ്രം സ്ക്രാച്ച് പുള്ളിക്കാരൻ വീണ്ടും തുടങ്ങുന്നു. 2022 ഒരു ലോൺ അടിസ്ഥാനത്തിലാണ് ഇന്റർ മിലാനിലേക്ക് തിരിച്ചു വരുന്നത്. 2023 സ്വന്തമാക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, ആ മനുഷ്യനാണ് 93-ാം മിനിറ്റിൽ ബാഴ്സലോണയെ ഇല്ലാതാക്കിയത് എന്നുള്ളതാണ്. സോ ഇത് പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല, ഒരു സർവൈവറിൻ്റെ സ്റ്റോറിയാണ്. ഹി നീഡ്സ് മോർ റെസ്പെക്ട് ഇൻ ഫുട്ബോൾ.